السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ
ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം റബീഉൽ അവ്വൽ 12 മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്നത്തെ ഒരു ദിവസത്തെ വളരെ ആഘോഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത രൂപത്തിൽ പല പല ആചാരങ്ങളും ഇബാദത്തുകളും ജന്മദിന ആഘോഷങ്ങളും നടത്തുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ആ ഒരു ആഘോഷം യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം റബീഉൽ അവ്വൽ 12 എന്നുള്ളത് ആ ഒരു ദിവസം വരുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകേണ്ടത്? കാരണം പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിന്റെ സമ്പ്രദായമല്ല. മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളായ, അള്ളാഹുവിന്റെ ശത്രുവായ ഇബ്ലീസിന്റെയും ഫിർഔനിന്റെയും അതേപോലെ യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും സമ്പ്രദായമാണ് ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹാബത്താട്ടെ മറ്റുള്ള ഏത് ഇമാമിങ്ങളും പ്രവാചകനുള്ള സ്നേഹം എന്ന നിലക്ക് ഒരിക്കലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചത് നമുക്ക് ഗ്രന്ഥങ്ങളിലോ പ്രമാണങ്ങളിലോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹം എന്നുള്ളത് ആ പ്രവാചകന്റെ സുന്നത്തുകൾ അത് ആ പ്രകാരം ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത്. ഈ ഒരു ദിവസം റബീഉൽ അവ്വൽ 12 വന്നു കഴിഞ്ഞാൽ സാധാരണയായി സ്വഹാബത്തിന്റെ മനസ്സിൽ, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഓർമ്മകൾ എന്താണോ ആ ഓർമ്മയായിരിക്കണം നമ്മുടെ മനസ്സിലേക്കും വരേണ്ടത്. ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ നഷ്ടം നടന്നത് ഇങ്ങനെയുള്ള ഒരു റബീഉൽ അവ്വൽ 12-ാമത്തെ ദിവസത്തിലാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അതേപോലെ ഈ ഉമ്മത്തിന് അങ്ങേയറ്റം സ്നേഹിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു ദിവസത്തിലായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്വാബ അഹദകും മുസീബത്തുൻ ഫല്യദ്കുർ മുസീബതഹു ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു മുസീബത്ത്, ഒരു അപകടം, ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ മരണമായി എനിക്ക് വരുന്ന ആ ഒരു ദുരന്തത്തെ, ആ ഒരു വിപത്തിനെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസാഇബ്, ഏറ്റവും വലിയ മുസീബത്ത് എന്നുള്ളത് എന്റെ മരണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഉമ്മത്തിന് അത്രയും വലിയൊരു വിപത്തായി സംഭവിച്ച ഒരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്നുള്ളത്. അത് ഈ റബീഉൽ അവ്വൽ 12-നാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ വിയോഗം എന്നുള്ളത് സ്വഹാബത്തിന്റെ മനസ്സിന് അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് സ്വഹാബത്ത് പറയുന്നത്, ലമ്മാ കാനൽ യൗമുൽ ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൽ മദീനത അളാഅ മിൻഹാ കുല്ലു ഷൈഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ ആ മദീനയിലുള്ള എല്ലാ വസ്തുക്കളും അന്ന് പ്രകാശിക്കുകയുണ്ടായി എന്നാണ്. എന്നിട്ട് സ്വഹാബത്ത് പറയുകയാണ്, ഫലമ്മാ കാനൽ യൗമുൽ ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ലു ഷൈഇൻ.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട വഫാത്തായ ആ ഒരു ദിവസം അന്ന് മദീന മുഴുവനും ഇരുട്ടിലായിരുന്നു എന്ന് സ്വഹാബത്ത് പറയുകയാണെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, ആ ഒരു വഫാത്ത് സ്വഹാബത്തിന്റെ മനസ്സിൽ എത്രത്തോളം വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ ദിവസം വരുമ്പോൾ സ്വഹാബത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സങ്കടം, ആ ഒരു ഓർമ്മ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ മരിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു സൂചന മരിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഹിജ്റ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രസംഗത്തിൽ ജനങ്ങളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇസ്മഉ ഖൗലി, ഞാൻ പറയുന്ന എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ബിഹാദൽ മൗഖിഫി അബദൻ. ഒരുപക്ഷേ അടുത്ത വർഷം ഈ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദുനിയാവ് വിട പറയാനുള്ള നേരമായിട്ടുണ്ട് എന്നുള്ള ആ ഒരു സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് തന്നെ ലഭിച്ചിരുന്നു. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാളും സമ്പത്തിനേക്കാളും സ്നേഹിച്ചിരുന്ന സ്വഹാബത്ത്, അതിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഒരു പ്രസംഗം നടത്തുകയാണ്, ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വ ബൈന മാ ഇൻദഹു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ഈ ദുനിയാവ് അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കലുള്ളതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫഖ്താര ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. എന്നാൽ ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ അടിമയോട് ഒന്നോ ഈ ദുനിയാവുമായി വിട പറയാൻ, മരണം സ്വീകരിക്കാൻ, അതല്ലെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അങ്ങനെ അടിമ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ ആ മരണത്തെ സ്വീകരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഈ സന്ദർഭത്തിൽ ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഫബക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായി കരയുകയാണ്. അങ്ങേയറ്റം സങ്കടം തോന്നി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. ഇത് കണ്ട സ്വഹാബത്ത് പറയുകയാണ്, ഫഅജിബ്നാ ലിബിഖാഇഹി. അദ്ദേഹത്തിന്റെ ആ കരച്ചിൽ കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെ ഒരു അടിമ അല്ലാഹുവിന്റെ ഈ ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നു, മരണത്തെ സ്വീകരിച്ചിരിക്കുന്നു, അല്ലാഹുവിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായിട്ടുണ്ടായി, ആ അടിമ, തിരഞ്ഞെടുത്ത അടിമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമ്മൾക്ക് അറിയുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത് എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് മനസ്സിലാക്കിയിരുന്ന സ്വഹാബത്ത്, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവുമായി വിട പറയുന്നുണ്ട് എന്നുള്ള സൂചനകൾ അവർക്ക് മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തഫ്സീറിന്റെ നേതാവായ, മുഫസ്സിരീങ്ങളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഒരിക്കൽ ഇദാ ജാഅ നസ്റുല്ലാഹി സൂറത്തുൻ നസ്ർ അവതരിപ്പിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായം വിജയം വന്നു കഴിഞ്ഞാൽ, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അതേപോലെ ജനങ്ങൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നീ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക
റബ്ബിക വസ്തഗ്ഫിർ, അല്ലാഹുവിനെ നീ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും അതേപോലെ അല്ലാഹുവിനോട് നീ പാപമോചനം തേടുകയും ചെയ്യുക എന്നുള്ള ആ ഒരു ഖുർആൻ, ആ ഒരു സൂക്തം, ആ ഒരു അധ്യായം ഇറങ്ങിയപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലായി, അതായത് ഇത് പ്രവാചകന്റെ ദൗത്യം പൂർത്തിയായതിന്റെ അടയാളമാണ്. ഇനി അല്ലാഹുവിലേക്കുള്ള മടക്കമാണ് പ്രവാചകന്റേത് എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹാനായ സ്വഹാബിമാർക്ക് ഈ കാര്യം മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ച, ആ പ്രവാചകൻ അങ്ങേയറ്റം അടുത്ത് മനസ്സിലാക്കിയ സ്വഹാബത്ത് പോലും ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ബിദ്അത്തുകളോ അനാചാരങ്ങളും ഒരിക്കലും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രോഗം കഠിനമായി മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാമായി നമസ്കരിക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കാത്ത ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അതാണ് ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ആ ഒരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് പല വസിയത്തുകളും ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെയും നസ്രാണികളെയും ശപിക്കട്ടെ, കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവിടെ അമ്പിയാക്കളുടെ നബിമാരുടെ ഖബറുകളെ അവർ മസാജിദാക്കി, ആരാധനാലയമാക്കി, ആരാധിക്കാനുള്ള കേന്ദ്രമാക്കി, അല്ലാഹു അല്ലാതെ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുന്ന ആളുകളാക്കി അവർ മാറ്റി, അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ എന്ന് അങ്ങനെയുള്ള യഹൂദികളെയും നസ്രാനികളെയും അല്ലാഹു ശപിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണത്തിന്റെ സമയത്തിൽ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഉമ്മത്തിന്റെ അവസ്ഥ ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ ഖബറുകൾ പോലുമല്ല, അതല്ലാത്ത മറ്റുള്ള സാധാരണ മനുഷ്യരുടെയും അതല്ലാത്ത മനുഷ്യന്മാർ പോലും ഇല്ലാത്ത ഖബറുകളെ ഇബാദത്ത് ചെയ്യുന്ന ആ ഖബറുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തിന്റെ ആ അവസാന സമയത്ത് പോലും ഈ ഉമ്മത്തിന് ഉപദേശിച്ചത് അങ്ങനെയുള്ള ശിർക്കുകൾ ചെയ്യാനും പാടില്ല, അങ്ങനെയുള്ള ബിദ്അത്തുകൾ ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്. അതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അതേപോലെ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകൾ ഇതായിരുന്നു എന്നുള്ളതാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് ഉപദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വലാ, നിങ്ങൾ നമസ്കാരത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾ നമസ്കാരത്തെ മുറുകെ പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് നൽകിയ അവസാനത്തെ വസിയ്യത്താണ്. അതായത് പുരുഷന്മാർ 5 വക്തും ആ സൗകര്യമുണ്ടെങ്കിൽ ജമാഅത്തിന് വെന്ന് സൗകര്യമുള്ള ആളുകൾ ആ ജമാഅത്തിന് വെന്ന് 5 വക്തും അവർ പങ്കെടുക്കണമെന്നുള്ളതാണ്. അതല്ലാത്ത സമയങ്ങൾ കൃത്യമായി അതിന്റെ സമയത്ത് തന്നെ വക്തിൽ തന്നെ 5 വക്ത് കറക്റ്റായി നമസ്കരിക്കണമെന്നുള്ള ആ ഒരു വസിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തിന് തൊട്ട് മുമ്പ് നൽകുകയാണ്. അതേപോലെ പറഞ്ഞു, വമാ മലക്കത് ഐമാനുക്കും, അതേപോലെ നിങ്ങളുടെ കീഴിലുള്ള അടിമകളോട് നിങ്ങൾ നീതി പാലിക്കുക, അവരോട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് നൽകുകയാണ്. നോക്കൂ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുമായിട്ടുള്ള ബന്ധം ചേർക്കുന്ന ആ നമസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകി. അതേപോലെ ജനങ്ങളുമായി സൃഷ്ടികളുമായി ബന്ധം നിലനിർത്തുന്ന ആ കാര്യങ്ങളിലും നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, നീതി പുലർത്തണമെന്നുള്ള നല്ല വസിയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിക്കൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത്. ഇങ്ങനെ ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അങ്ങേക്ക് ഈ ലോകത്ത് തുടരണോ അതല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് മടങ്ങണോ, എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ ഫിർ റഫീഖിൽ അഅല, അല്ലാഹുവായ അത് ഏറ്റവും ഉന്നതനായ ഏറ്റവും നന്നായ ഏറ്റവും ഉന്നതമായ ആ അല്ലാഹുവിലേക്കാണ് ഞാൻ മടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസാനത്തെ വാക്ക് പറയുമായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം, വർഹംനി എന്നോട് കരുണ കാണിക്കണം, വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല ഏറ്റവും ഉന്നതനായ അല്ലാഹുവേ നിന്റെ ഏറ്റവും ഉന്നതനായ സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ എന്നെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്നുള്ളത് ആ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വാർത്ത സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ധീരനായ ശക്തനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും അങ്ങേയറ്റം വിഷമിച്ച തന്റെ അരയിലുള്ള വാൾ ഊരിക്കൊണ്ട് ആരെങ്കിലും മുഹമ്മദ് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ തല ഞാൻ വെട്ടിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട് വാൾ പിടിച്ചിരുന്ന ആ ഒരു സന്ദർഭം, അത്രത്തോളം പ്രവാചകന് മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത വിധം അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ധൈര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ക്ഷമിക്കുക ഉമർ, ക്ഷമിക്കുക, ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അലാ മൻ കാന യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ഓ ജനങ്ങളെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരെങ്കിലും ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, തീർച്ചയായും മുഹമ്മദ് ഇദാ വഫാത്തായിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. അതല്ല, വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അതല്ല എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുകൊണ്ട് സൂറത്തു ആൽ ഇംറാനിലെ 144-ാമത്തെ ആയത്ത് സ്വഹാബത്തിന് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകൻ മാത്രമാകുന്നു. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഇതിനു മുമ്പും പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും, ആ പ്രവാചകൻ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ആ പഴയ ആ ഒരു അവസ്ഥയിലേക്ക് തിരിഞ്ഞു പോവുകയാണോ? വമൻ യൻഖലിബ അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ, ആരോടങ്ങനെ പഴയ ആ ഒരു അവസ്ഥയിലേക്ക് തിരിഞ്ഞു പോകുന്നത് അല്ലാഹുവിന് ഒരു നഷ്ടമോ ഒരു പ്രയാസമോ സംഭവിക്കുന്നില്ല. വസയജിദില്ലാഹു ശാകിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്.
അപ്പോഴാണ് സ്വഹാബത്തിന് ബോധം വരുന്നത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധം സ്വഹാബത്തിനുണ്ടാവുകയും ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആ ഒരു ആയത്ത് ഓതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് പുതിയതായിട്ട് കേൾക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഇപ്പോ ആ ആയത്ത് ഇറങ്ങിയത് പോലെയാണ് എനിക്ക് മനസ്സിലായത്, തോന്നിയത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ആ ആയത്ത് കേട്ട ഉടനെ ഉമർ ഖത്താബ് റളിയല്ലാഹു കാലിന് ശക്തിയില്ലാതെ, അങ്ങനെ കഴിവില്ലാതെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു താഴേക്ക് വീണു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കിയ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഫാത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് സൃഷ്ടികളുടെ നേതാവായ, എല്ലാ സൃഷ്ടികളുടെ നേതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അടുത്ത ഖലീലായ, അതേപോലെ സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ച ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മരണമുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? നമുക്ക് എന്താണ് ഇതിലുള്ള പാഠം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും, എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾക്കുള്ള പ്രതിഫലം നാളെ ഖിയാമത്ത് നാളിനാണ് നൽകപ്പെടുന്നത്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് അവനാകുന്നു യഥാർത്ഥ വിജയി. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് എന്നുള്ളത് ഒരു വഞ്ചനയുടെ ലോകം മാത്രമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതേപോലെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വ സുന്നത നബിയിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ച് നൽകിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹാ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വഴി തെറ്റു പോവുകയില്ല, നരകത്തിലേക്ക് പോകേണ്ടി വരികയില്ല, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാം. ഏതാണത്? കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, വസുന്നത നബിയിഹി, അതേപോലെ അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ആ ജീവിതചര്യ, അതാരാണ് മുറുകെ പിടിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, അത് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വിട്ടുപോയ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് വായിക്കാനും അതിലുള്ള ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ആ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തിന് മുമ്പ്, തൊട്ടു മുമ്പ് ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള വസിയത്ത്, ഉപദേശം, അത് നമ്മൾ സ്വീകരിക്കുക. നമസ്കാരത്തെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നൽകിയിട്ടുള്ള വസിയത്ത് എന്നുള്ളത്. 5 വക്ത് പുരുഷന്മാർ ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാത്ത സമയങ്ങളിൽ കൃത്യമായി ഓരോ വക്തും അതിന്റെ വക്തിൽ തന്നെ നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മുടെ കീഴിലുള്ള നമ്മുടെ മക്കളോ ഭാര്യയോ കുടുംബമോ അവരുടെ കാര്യത്തിലും സൃഷ്ടികളെ സംബന്ധിച്ചും നല്ല രൂപത്തിൽ നീതിയോടുകൂടി, നല്ല സൂക്ഷ്മതയോടുകൂടി പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട, നമ്മളിൽ വരുമെന്ന് ഭയപ്പെട്ട ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടാണ് നമ്മൾ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസം എന്നുള്ളത് അനാചാരങ്ങളും ആഘോഷങ്ങളും നടത്തേണ്ട ഒരു മാസമല്ല, മറിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഉപദേശങ്ങളും വസിയത്തുകളും പാലിച്ചുകൊണ്ട് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന നല്ല യഥാർത്ഥ പ്രവാചക സ്നേഹികളായി, സത്യവിശ്വാസികളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകന്റെ കൂടെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ആ മഹാഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ നാട്ടിൽ
നാട്ടിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجعل لنا من كل هم فرجا ومن كل ضيق مخرجا ومن كل بلاء عافيه. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. وصل اللهم وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر.